ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു പച്ചപ്പയർ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പവും എന്നാൽ നല്ല സ്വാദമുള്ള ഈ പച്ചപ്പയർ ഉപ്പേരി എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെയല്ല, ചെറിയൊരു വ്യത്യാസത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി 1/4 കിലോ പച്ചപ്പയർ നന്നായി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-15 ഉള്ളി, ചെറിയ ഉള്ളി തോല് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. 4-5 വെളുത്തുള്ളിയും വേണം. ഇനി കുറച്ച് തേങ്ങ കൂടി കൊത്തിയെടുക്കാം. തേങ്ങ ഞാൻ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഇതേപോലെ ചെറുതായി മുറിച്ചെടുക്കണം. ഇതിൻ്റെ കുരുവെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഈ കുരു നമുക്ക് കളയണ്ട. ഇത് ഞാൻ എൻ്റെ ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും തെളിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഒരാഴ്ച കഴിയുമ്പോൾ ഇതെന്തായി എന്ന്. ഇനി ഈ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചെടുക്കാം. ഈ ഉപ്പേരിയിലേക്ക് നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. പയറും ഈ ചതച്ച ഉള്ളിയും മുറിച്ചെടുത്ത വറ്റൽമുളകും കുറച്ച് തേങ്ങാക്കൊത്തുമേ ആവശ്യമുള്ളൂ. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. തേങ്ങ നന്നായി മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചതും കൂടി ചേർത്തി നന്നായി മൂപ്പിച്ചെടുത്തു. ഇനി അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് നമ്മളുടെ പച്ചപ്പയറും കൂടി ചേർത്തി കൊടുത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് കുറച്ച് വെള്ളവും തെളിച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം ഈ പയർ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ടെങ്കിലും ആ വെള്ളം കുറച്ചും കൂടി ഒന്ന് പോകാനുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് തുറന്നു വെച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം പോയി നന്നായി വറ്റി നമ്മളുടെ ഉപ്പേരി നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് കാണണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടമായോ, നിങ്ങളിങ്ങനെയാണോ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത് എന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ.